ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെ സദ്യകളിലും അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പി അടങ്ങിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അത് നമ്മുടെ ഇരുമ്പമ്പുളി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ടു നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഒരു തൈ വെച്ചാൽ തന്നെ പെട്ടെന്ന് കായ്ക്കും. അതുപോലെ തന്നെ എല്ലാ ടൈമിലും പൊതുവേ കായ്ച്ചും കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് പലവിധ റെസിപ്പീസും ഇതുകൊണ്ട് ഉണ്ടാക്കാം. അതുപോലെ പല ക്ലീനിങ് സൊല്യൂഷനും കൂടി തയ്യാറാക്കാനൊക്കെ ഇത് നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പല സൈസ് വലുപ്പത്തിലൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ ഞാൻ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ സദ്യകളിലൊക്കെ ഒരു സ്വീറ്റി ആയിട്ടുള്ള മധുരമായിട്ടുള്ളൊരു റെസിപ്പി തന്നെ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ചട്ടി ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എൻ്റെ അടുത്ത് ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി ഉണ്ടായിരുന്നില്ല, ഞാൻ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇരുമ്പമ്പുളി കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓർക്കാപ്പുളി എന്നൊക്കെ ഞങ്ങളിവിടെ പറയാറ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സദ്യകളിലൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ചോറിന് കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കിത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. 3 പീസ് ശർക്കര. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മെൽറ്റായി കിട്ടാനുള്ള. അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര പൊടിച്ചു ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഓട്ട ഇട്ട് കൊടുത്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ എരിവ് ഇറങ്ങും ചെയ്യും. നമ്മുടെ പച്ചമുളകിലേക്ക് അതിൻ്റെ മധുരവും കയറി കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാവും കഴിക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പിയുടെ കാഴ്ച. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ കുറുക്കിയെടുക്കാം കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യട്ടെ. ഇരുമ്പാമ്പുളിക്ക് വലിയ വേവോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇനി ഇങ്ങനെ ചട്ടിയിൽ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു കുക്കറിൽ ജസ്റ്റ് ഒന്ന് കൂക്കിച്ചെടുത്തിട്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം തുറന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇതിൽ വെന്ത് കിട്ടിയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഞാനിത് കുറച്ച് ഉലുവ പൊടിച്ചെടുത്തതായിരുന്നു കേട്ടോ, വറുത്ത് പൊടിച്ചതായിരുന്നു. അത് കയ്യിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ഉലുവയും കടുകും കൂടെ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്ത് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇരുമ്പമ്പുളി പുളിയിഞ്ചി ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പുളിയോ ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയായത് കേട്ടോ. ഇനി ഏത് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇരുമ്പമ്പുളി ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു ബൗളിലേക്കൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് വരികയുള്ളൂ കേട്ടോ, കൂടൊന്നുമില്ല. ഞാനപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എന്താണ് നല്ല റെസിപ്പിയായിരുന്നു. പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ കഴിച്ച് കഴിയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു റെസിപ്പി തന്നെയാണ്. അതാ ഞാൻ ബൗളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവും പുളിയും മധുരവും ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഇനി കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത്ര ഒരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പമ്പുളി പുളിയിഞ്ചി റെഡി. ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.